യോഗിക് ബ്രത്തിൻ്റെ 3 ഘട്ടങ്ങളായ അബ്ഡോമിനൽ ബ്രീത്തിങ്, തൊറാസിക് ബ്രീത്തിങ്, ക്ലാവിക്കുലർ ബ്രീത്തിങ് എന്നിവ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ 3 വീഡിയോകളിലായി നാം മനസ്സിലാക്കി. ഈ 3 ഘട്ടങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് യോഗിക് ബ്രത്ത്. ഇതിനെ 3 പാർട്ട് യോഗിക് ബ്രത്ത് എന്നും പറയുന്നു. നട്ടെല്ല് നിവർത്തി സുഖകരമായിരിക്കുക. ഒരു കൈ വയറിൻ്റെ ഭാഗത്തും മറ്റേ കൈ നെഞ്ചിൻ്റെ ഭാഗത്തും വയ്ക്കുക. ശ്വാസം ഉള്ളിൽ നിറയുന്നത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ കൈകൾ വയ്ക്കുന്നത്. ശരിയായ രീതിയിൽ ശ്വസിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തികൾ തുടയുടെ മുകളിൽ മലർത്തി വെച്ച് ചെയ്യാം. സാവധാനം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആദ്യം വയറിൽ വായു നിറഞ്ഞ് വയറ് പതുക്കെ പുറത്തേക്ക് വികസിക്കുന്നു. ശ്വാസം എടുക്കുന്നത് തുടരുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തും ശ്വാസകോശങ്ങളിലും വായു നിറഞ്ഞ് നെഞ്ചും വാരിയെല്ലുകളുടെ ഭാഗവും സാവധാനം വികസിക്കുന്നു. അവസാനം കുറച്ചുകൂടി ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് വായു നിറയുകയും നെഞ്ചിൻ്റെ മുകൾ ഭാഗവും തോളുകളും തോളെല്ലുകളും പതുക്കെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇനി സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടു തുടങ്ങാം. ആദ്യം നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് നിറഞ്ഞിരുന്ന വായു പുറത്തേക്ക് പോയി ആ ഭാഗവും തോളുകളും തോളെല്ലുകളും താഴേക്ക് പഴയ സ്ഥിതിയിലേക്ക് വന്ന് വിശ്രമിക്കുന്നു. അതിനുശേഷം നെഞ്ചിലും ശ്വാസകോശങ്ങളിലുമുള്ള വായു പുറത്തുപോയി നെഞ്ച് താഴുന്നു. ഏറ്റവും ഒടുവിൽ വയറിലുള്ള വായുവും പൂർണ്ണമായി പുറത്തുപോയി വയറ് ചുരുങ്ങുന്നു. ഇതാണ് പൂർണ്ണമായ യോഗിക് ബ്രത്ത്. എല്ലാ ദിവസവും 10-15 മിനിറ്റ് ഇത് പരിശീലിക്കുക. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടുള്ളതല്ല. സാധാരണ പ്രാണായാമം ചെയ്യുന്നത് പോലെ ഒഴിഞ്ഞ വയറിലായിരിക്കണം ചെയ്യേണ്ടത്. യോഗിക് ബ്രത്തിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ